ഹായ് ഫ്രണ്ട്സ്. അപ്പം 2025 ആദ്യ ആശീർവാദ് സിനിമാസിൻ്റെ ആദ്യത്തെ ഒരു സംരംഭം അല്ലെങ്കിൽ ആശീർവാദ് സിനിമാസ് വിതരണം ചെയ്യുന്ന ആദ്യ സിനിമയായ ഉണ്ണിമൂന്തൻ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രത്തിന് തരക്കേടില്ലാത്ത അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ഒരിക്കലും ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല എന്നാണ് കണ്ടവരുടെ ഭൂരിഭാഗം അഭിപ്രായം. ഇപ്പോൾ നമ്മൾ ഇന്നലെ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ടായിരുന്നു. പുള്ളി കട്ട നെഗറ്റീവാണ് സിനിമയ്ക്ക് അടിച്ചത്. എന്നുവെച്ചാൽ ഒട്ടും കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് അടിച്ചത്. ബാക്കിയുള്ളവരൊക്കെ കൊള്ളാം, സിനിമ ആവറേജ് ആണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഹൈ ഒന്നും കിട്ടുന്ന സിനിമയല്ല, കണ്ടുപോവാം എന്നുള്ള രീതിയിലുള്ള നല്ല സിനിമയാണ്, കണ്ണ് നനയിക്കുന്ന ഇടയ്ക്ക് അങ്ങനെയൊക്കെയുള്ള സിനിമയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബുക്ക് മൈ ഷോയിലൊന്നും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഒന്നും അത്രയ്ക്കും വലുതായിട്ട് കണ്ടില്ല. അപ്പോൾ ഈ സിനിമയുടെ റേഞ്ച് നമുക്ക് ഊഹിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഉണ്ണിമൂന്തൻ മാർക്കോയ്ക്ക് ശേഷം റിലീസിന് വന്ന സിനിമയാണ് ഉണ്ണിമൂന്തൻ്റെ. അപ്പം അതിന് അങ്ങനെയുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എന്ന് ബുക്ക് മൈ ഷോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ എത്ര ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും, അതിനകത്ത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ബാക്കി പഴയ ഇപ്പം ഒരാഴ്ച റിലീസ് ആയി കഴിഞ്ഞ സിനിമകളുടെ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നലെ മിനിഞ്ഞാന്ന് റിലീസായ ഓഫീസർ ഓൺ ഡ്യൂട്ടി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു മണിക്കൂറിൽ 4,000 ടിക്കറ്റ് അടുപ്പിച്ച് വിറ്റിരിക്കുമ്പോൾ ഇതിനകത്ത് 1000 ടിക്കറ്റെങ്കിലും ഒരു മണിക്കൂറിനകത്ത് വിറ്റാൽ മാത്രമേ കാണിക്കുള്ളൂ ബുക്ക് മൈ ഷോയ്ക്കകത്ത്. പക്ഷെ അത് കാണിക്കുന്നില്ല. അപ്പം ആ സിനിമയുടെ ഭാവി നമ്മളിപ്പം ആ സിനിമ കണ്ടതല്ല, ആ സിനിമയെക്കുറിച്ചൊന്നും പറയാനും ആളല്ല. സിനിമയ്ക്ക് തരക്കേടില്ലാത്ത അഭിപ്രായമാണ് ലഭിക്കുന്നതെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല എന്നാണ് കണ്ടിട്ടുള്ള പുതിയ റിവ്യൂകളിലൊക്കെ കാണുന്നത്. ഇതിൽ ഫുൾ പോസിറ്റീവ് പറഞ്ഞ ആകപ്പാടുള്ളത് നമ്മുടെ ഇതിൻ്റെ പേര് സീക്രട്ട് ഏജൻറ്റിന് പിന്നെ അവന് ഒരുവിധം സിനിമ ഒരുവിധം ആവറേജ് സിനിമയായിരിക്കും. അപ്പോൾ അവൻ അതിന് നല്ല സിനിമയെന്ന് പറഞ്ഞു. കാരണം അവൻ പറഞ്ഞില്ലെങ്കിൽ അവനെ എല്ലാവരും കൂടി ചേർന്ന് പൊങ്കാലിടുന്നവനെ അറിയാം, ഉണ്ണിമൂന്തൻ്റെ സിനിമയായതുകൊണ്ട്. പക്ഷേ സിനിമ നല്ല സിനിമയാണ്. പക്ഷേ ഇതുപോലുള്ള ഈ ഒരു വിഷയം എടുത്തിട്ടുള്ള 1-2 സിനിമകളുണ്ട് എന്നാണ് അറിയാൻ 1-2 സിനിമകൾ മലയാളത്തിൽ തന്നെ ഈ ഇടയ്ക്ക് തന്നെ വന്നു പോയിട്ടുള്ള സിനിമകളാണ്. അതാണ് കുറച്ച് പേർക്ക് ഈ സിനിമ ഒരു ആവറേജിൽ നിർത്താനുള്ളത്. പക്ഷെ അല്ലെങ്കിൽ ഈ സിനിമ നല്ല രീതിയിൽ രക്ഷപ്പെടേണ്ട സിനിമയാണ്. നമ്മളിപ്പോൾ അതല്ല സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ പോലും ആശീർവാദ് സിനിമാസ് കരകയറി വരുന്നില്ല. ആശീർവാദ് സിനിമാസ് ഒരു കംബാക്ക് കൊടുക്കണമെങ്കിൽ ഉണ്ണിമൂന്തന് മോഹൻലാൽ കൈ കൊടുത്ത് ഗെറ്റ് സെറ്റ് ബേബി റിലീസ് ചെയ്യിപ്പിച്ചിട്ടും ആശീർവാദിന് ഇപ്പോൾ മാർക്കോ പോലുള്ള വലിയ സിനിമ റിലീസ് ആയതിനു ശേഷം ഉണ്ണിമൂന്തൻ്റെ ഒരു ഇതിൽ വരുന്ന സിനിമ ആയതുകൊണ്ടായിരിക്കും ആശീർവാദ് കൈ കൊടുത്തത്. പക്ഷേ എന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് അത്രയ്ക്ക് റെസ്പോൺസ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ണിമൂന്നിൻ്റെ കേസ് വിടാം. ഇങ്ങനത്തെ ഈ സിനിമയ്ക്കൊക്കെ ഒരു ഓഡിയൻ ഉണ്ട്. ആ ഓഡിയൻ മാത്രമേ ഈ സിനിമയ്ക്ക് ഇങ്ങനത്തെ സിനിമകളിൽ കയറാറുള്ളൂ. ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തെ സിനിമകൾ പറ്റുള്ളൂ. അതും മലയാള സിനിമയിൽ അങ്ങനത്തെ സിനിമകളും വേണം. പക്ഷേ ഇത് റിലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ ബിസിനസ്സായിട്ട് ഒന്നും ഈ ആശീർവാദ് സിനിമാസിനൊന്നും കിട്ടാനില്ല. റിലീസ് ഏറ്റെടുക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അത് നിശ്ചിത എമൗണ്ടിന് അവർ റിലീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ അവർക്ക് നഷ്ടം വരാനില്ല ഈ സിനിമയിൽ. പക്ഷെ എന്നാലും ആശീർവാദ് സിനിമാസ് 2025 കൈവച്ച ആദ്യ സിനിമ തന്നെ കൈ പൊള്ളി എന്ന് പറയുമ്പം ആശീർവാദ് സിനിമാസിൻ്റെ ഭാവി എന്ന് വെച്ചാൽ ആശീർവാദ് സിനിമാസിൽ 2025 പോലും ആശീർവാദ് സിനിമാസ് കരകയറുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരും. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ ഉണ്ണിമൂന്തൻ്റെ ഗെറ്റ് സെറ്റ് ബേബി കണ്ടതാണെങ്കിൽ ഈ സിനിമ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ എന്തായാലും കാണാൻ പോകുന്നില്ല. കാരണം ഞാൻ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ കോസ്റ്റ് ഒന്നും കൊടുത്ത് സിനിമയ്ക്ക് പോകാനുള്ള ഇതില്ല. സിനിമ റിവ്യൂ നോക്കും, കൊള്ളാക്കി പോകും. ഇപ്പോൾ എനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ല സിനിമയാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയ്ക്ക് പോകാനാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. അതിപ്പോൾ ആരാണെങ്കിലും കയ്യിലുള്ള 150 രൂപ എടുത്തിട്ട് നല്ലൊരു സിനിമ നിൽക്കും, മറ്റേത് മോശമാണെങ്കിൽ നമുക്ക് ഒരു സിനിമ കാണാൻ നിവർത്തിയേ ഉള്ളൂ. നമ്മളൊരു സിനിമ കാണാൻ പോകും. അതിൽ ഏറ്റവും നല്ല സിനിമയ്ക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ 2 റിവ്യൂ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയുടെ അഭിപ്രായം ഇടുക. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് കാണാൻ പോകാത്തത്? അല്ലെങ്കിൽ ഇത് എന്നെ പോലത്തെ കാരണമാണോ? കാരണം ഗെറ്റ് സെറ്റ് ബേബി ഓഫീസർ ഓൺ ഡ്യൂട്ടി നിൽക്കുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കാണ് കൂടുതൽ നല്ല അഭിപ്രായം. അപ്പോൾ അത് കാണാൻ പോകുന്നു, അത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നന്ദി, നമസ്കാരം.